പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുട്ടിയാലി വടിയുടെ സഹായമില്ലാതെ തന്നെ നടക്കാൻ തുടങ്ങി. രാവിലെ ചായയുമായി വന്ന ഭാര്യയോട് കുട്ടിയാലി ചോദിച്ചു, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? അതെ, എന്തേ? എനിക്കൊന്ന് കുളിക്കണം, വെള്ളം ചൂടാക്കാം. പെട്ടെന്ന് ഷാക്കർ കടന്നു വന്നു. ആശുപത്രിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി വരികയാണ്, കയ്യിൽ സ്റ്റെലസ്കോപ്പ്. കുട്ടിയാലി കുറേ നേരം സ്റ്റെലസ്കോപ്പിൽ നോക്കി തന്നെ ഇരുന്നു. നാട്ടിൽ എത്രയോ പണക്കാർ മക്കളെ പഠിപ്പിച്ചു, ഡോക്ടറാക്കാൻ നോക്കി, സാധിച്ചില്ല. മകൻ ഡോക്ടറായി ഇറങ്ങിപ്പോകുന്നത് കാണാൻ അവർക്കൊന്നും ഭാഗ്യമുണ്ടായില്ല. തനിക്കാണ് ആ ഭാഗ്യം കൈവന്നത്. പാപ്പ എന്താ ആലോചിക്കുന്നത്? എന്തൊക്കെയോ ആലോചിച്ചു പോയി മോനെ. എന്താ, മാർക്കറ്റിൽ പോകുന്ന കാര്യമാണോ? പാപ്പ ചിരിച്ചു, പ്രകാശമില്ലാത്ത ചിരി. മാർക്കറ്റ്, അത് പറയുമ്പോൾ മുഖത്ത് അവജ്ഞത. എൻ്റെ മനസ്സിൽ മാർക്കറ്റിനെ കുറിച്ചുള്ള ചിന്തയില്ല. പടച്ച തമ്പുരാനോട് ചെയ്തു പോയ നന്നാകേടിനെക്കുറിച്ചാണ് ഞാൻ. ഗദ്ഗതം പോലെ വാക്കുകൾ തടഞ്ഞു. പാപ്പ കിടന്നോളൂ, ഞാൻ പോയി വരട്ടെ. അസ്സലാമു അലൈക്കും. കണ്ണുനീർ തുള്ളികൾക്കിടയിലൂടെ കുട്ടിയാലി തൻ്റെ മകൻ കടന്നു പോകുന്നത് കണ്ടു. വിറക്കുന്ന ചുണ്ടുകൾ കൊണ്ട് സലാമടക്കി. പാപ്പയ്ക്ക് മക്കളോട് പല കടപ്പാടുകളുമുണ്ട്. താനതിൽ പലതും മറന്നുപോയി. മക്കളെ, മാപ്പ്. നിർഭാഗ്യവാനായ ബാപ്പക്ക് മാപ്പ്. പെട്ടെന്ന് മനസ്സ് പിടഞ്ഞു. നിർഭാഗ്യവാനോ? ഇത്രയും സ്നേഹമുള്ള മക്കളെ കിട്ടിയവർ നിർഭാഗ്യവാനോ? പടച്ച തമ്പുരാനെ. കുട്ടിയാലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുങ്ങി. ഭാര്യ കടന്നു വന്നു. അവൾ കാണാതെ കണ്ണുകൾ തുടച്ചു. വെള്ളം ചൂടായി, കുളിക്കാം. ഭാര്യ കുട്ടിയാലിയെ കുളിമുറിയിലേക്ക് ആനയിച്ചു. കുളിമുറിയുടെ വാതിലടച്ചു. ഭാര്യ അടുക്കളയിലേക്ക് മടങ്ങി. അരിയെടുത്ത് കഴുകി അടുപ്പത്തിട്ടു. മീൻകാരി വന്നു. നല്ല മത്സ്യം വാങ്ങി. ഏതി മത്സ്യവും പണിവാതിൽക്കൽ കിട്ടും. നല്ല മീൻ വാങ്ങണമെന്ന് മോൻ പ്രത്യേകം പറയാറുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച മാതാപിതാക്കളാണ്. അവരെ നന്നായി തീറ്റിപ്പോറ്റി സംരക്ഷിക്കണം. നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല താമസ സൗകര്യം, അവയൊക്കെ നൽകണം. ഷാക്കിറിന് നിർബന്ധം. മകൻ്റെ വരുമാനത്തെക്കുറിച്ച് മാതാപിതാക്കൾക്കറിയില്ല. ഇത്രയൊക്കെ ചിലവാക്കാൻ മാത്രം പണം കൈവശമുണ്ടോ എന്ന് ചോദിച്ചിട്ടുമില്ല. മകൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യുന്നു. കുട്ടിയാലി കുളിച്ചു വന്നു, നല്ല വസ്ത്രങ്ങൾ ധരിച്ചു. അടുക്കളയിലേക്ക് നടന്നു വന്നു. ഭാര്യ മത്സ്യം മുറിക്കുന്നു. ഞാനൊന്ന് പുറത്തു പോകുന്നു. വേണ്ട, നിങ്ങൾക്ക് പുറത്തിറങ്ങാറായിട്ടില്ല. ഭാര്യ ബേജാറോടെ തടയാൻ നോക്കി. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? പള്ളിയിൽ പോകണം. നിങ്ങളെക്കൊണ്ട് നടക്കാൻ കഴിയില്ല. നടക്കണ്ട. ഈ ഗേറ്റിനടുത്ത് നിന്നാൽ ഓട്ടോറിക്ഷ കിട്ടും. ഇന്ന് പള്ളിയിൽ പോവാതെ പറ്റില്ല. കുട്ടിയാലി ഭാര്യയുടെ എതിർപ്പ് വകവെക്കാതെ പുറത്തിറങ്ങി. ഗേറ്റിൽ വന്നു നിന്നു. കൈ കാണിച്ചു. ഓട്ടോ നിർത്തി. അതിൽ കയറി. ആ രംഗം കണ്ട് ഭാര്യ കരഞ്ഞുപോയി. പിന്നെ മനസ്സിൽ ഉത്കണ്ഠ. സുഖമില്ലാത്ത മനുഷ്യനാണ്. ഓട്ടോയിൽ സഞ്ചരിച്ചാൽ വല്ല കുഴപ്പവും വരുമോ? മോൻ വരുമ്പോൾ എന്തു പറയും? ബാപ്പയെ പുറത്തുവിട്ടത് വഴക്ക് പറയുമോ? ഭർത്താവ് പോയത് പള്ളിയിലേക്ക് തന്നെയാണോ? മനസ്സിളകി മറിഞ്ഞു. ഉച്ചയായി. പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങി. ചോറും കറികളും ശരിയായി. ഒതുയെടുത്തു വന്നു. പായ നിവർത്തി നമസ്കരിച്ചു. അതിനുശേഷം ഭർത്താവിനും മക്കൾക്കും വേണ്ടി ദ്വായിരുന്നു. നിസ്കാരപ്പായ മടക്കി വെച്ചു. പുറത്തേക്ക് വന്നു നിൽപ്പായി. പോകുന്ന ഓട്ടോയിലെല്ലാം നോക്കും. മനസ്സ് വല്ലാതെ പിടഞ്ഞു. ഒടുവിൽ ഓട്ടോ എത്തി. അതിൽ നിന്ന് ബാപ്പയും മോനും ഇറങ്ങി. ഉമ്മ, ഞങ്ങൾ പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടി. ഷാക്കിറിൻ്റെ സ്വരത്തിൽ എന്തൊരാഹ്ലാദം. ഉമ്മ ആഹാരം വിളമ്പി ഡൈനിങ് ടേബിളിൽ നിരത്തി. ഉമ്മയും ഇരുന്നോളൂ, ഇന്ന് ഒന്നിച്ചു കഴിക്കാം. ഷാക്കിറിൻ്റെ നിർബന്ധം കാരണം ഉമ്മയും ഇരുന്നു. ഒന്നിച്ചുള്ള ആഹാരം, ഇതിലാണ് ബർക്കത്ത്. ഷാക്കിർ ഉറക്കെ പറഞ്ഞു. മാതാപിതാക്കൾ ചിരിച്ചു. അപ്പോൾ പൊറോട്ടയും ഇറച്ചിയും കഴിച്ചിട്ട് കുറച്ച് നാളായില്ലേ? വേണ്ട മോനെ, എനിക്ക് ഇതൊക്കെ മതി. ഇന്നത്തെ ഊണ് എന്തെന്നില്ലാത്ത സ്വാദ്. അത് കേട്ടപ്പോൾ ഉമ്മയുടെ മുഖത്ത് സന്തോഷം. ഇന്നെന്താ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നുന്നത്? ഊണ് കഴിഞ്ഞ് കുട്ടിയാലി കട്ടിലിൽ പോയി കിടന്നു. പാത്രങ്ങൾ പെറുക്കി ഉമ്മ അടുക്കളയിലേക്ക് പോയി. ഷാക്കിർ പത്രം നിവർത്തി വായന തുടങ്ങി. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. ഷാക്കിർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഫോണെടുത്ത് നടന്നു. ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സിൻ്റെ ശബ്ദം. സാർ, ഉടനെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എന്താ കാര്യം? 2 മൗലവിമാർ സാറിനെ അന്വേഷിച്ചു വന്നു. ആരാണവർ? അതൊന്നും പറഞ്ഞില്ല. രോഗികളല്ല, മറ്റെന്തോ കാര്യമാണ്. പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോളൂ. ശരി സാർ. ഫോൺ താഴെ വെച്ചു. 2 മൗലവിമാർ ആരായിരിക്കും?
രാവിലെ മുതൽ മനസ്സിൽ സന്തോഷമുണ്ട്. ഈ മൗലവിമാരുടെ വരവും അതും തമ്മിൽ ബന്ധമുണ്ടോ? ഉമ്മ, എന്താ മോനെ? 2 മൗലവിമാർ വരുന്നുണ്ട്, ചായ വേണം, പാലുണ്ടോ? ഉമ്മ ഓടി വന്ന് ഫ്രിഡ്ജ് തുറന്നു. പാൽപാത്രം തുറന്നു നോക്കി. ഉണ്ട് മോനെ, പാലുണ്ട്. നോക്കി നിൽക്കെ ഗേറ്റിന് മുമ്പിൽ ഓട്ടോ വന്നു നിന്നു. 2 പേർ ഇറങ്ങി വരുന്നു. ഒരാൾ തൊപ്പി വെച്ചിട്ടുണ്ട്, മറ്റേയാൾ വലിയ തലപ്പാവും. ഇരുവരുടെയും താടി നരച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഷാക്കിറിന് ആദ്യം ആളെ മനസ്സിലായില്ല. തിരിച്ചറിഞ്ഞപ്പോൾ ഒറ്റ കുതിപ്പ്. ഇരുവരെയും കെട്ടിപ്പിടിച്ചു. കൊല്ലങ്ങൾക്ക് മുമ്പ് തനിക്ക് വെളിച്ചം നൽകിയ ഹസൻ ഉസ്താദ്, കിതാബ് ചൊല്ലിത്തന്ന അബ്ദുസ്സലാം മുസ്ലിയാർ. ഹസൻ ഉസ്താദിന് വയസ്സായിപ്പോയല്ലോ, കണ്ടിട്ട് മനസ്സിലായില്ല. ഷാക്കിർ ഉറക്കെ പറഞ്ഞു, പ്രായം കൂടിയില്ലേ ഉസ്താദ്? എന്താ മദ്രസ വിട്ടുപോയത്? കുറേ കാലമായില്ലേ ഇവിടെ വന്നിട്ട്? പിന്നെ പ്രായമായി, അസുഖവും വന്നു, വീട്ടിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയും വന്നു. അവസാനം വരെ നിന്നു. റമദാൻ മദ്രസ അടച്ചപ്പോൾ ജോലിയിൽ നിന്ന് ഒഴിവായി. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അല്ലെങ്കിൽ എനിക്കെൻ്റെ കുട്ടികളോട് യാത്ര പറയാൻ കഴിയുമായിരുന്നില്ല. നാടിനടുത്ത് തന്നെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന മദ്രസ. അവിടെ 2 കുട്ടികളെ ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഒന്ന് യത്തീമാണ്, ബാപ്പയെന്നോ മരിച്ചുപോയി, ഉമ്മ രോഗി, കുട്ടി പഠിപ്പിൽ ബഹുമിടുക്കൻ. ആ കുട്ടിയെ ഒരാൾ ദത്തെടുത്ത് പേര് വെളിപ്പെടുത്തിയില്ല. മറ്റേ കുട്ടി ഒരു കൂലിപ്പണിക്കാരൻ്റെ മകൻ. ഇത്തവണ SSLCക്ക് പഠിക്കുന്നു, നല്ല മാർക്ക് വാങ്ങും ഇൻഷാ അല്ലാഹ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ കുട്ടിക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഇനി 3-മതൊരു കുട്ടിയുണ്ട്. യാതൊരു കഴിവുമില്ല, പുറംപോക്കിലാണ് താമസം. നല്ല ബുദ്ധിയുള്ള കുട്ടി, പഠിപ്പിലുമെടുക്കൻ. അവനെ സഹായിക്കാൻ ഒരാളെ തേടിപ്പിടിക്കണം. ഷാക്കിർ ചാടി എഴുന്നേറ്റു. ഒരാളെ തേടിപ്പിടിക്കണോ? അതെന്തിനാണ്? ഞാൻ പോരെ. ആ കുട്ടിക്ക് എൻ്റെ പേര് വെളിപ്പെടുത്തണ്ട. അൽഹംദുലില്ലാ ഉസ്താദെ, പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാനും സാധു യുവതികളെ കെട്ടിക്കാനും രോഗികളെ ചികിത്സിക്കാനും ഒക്കെ സ്ഥിരം സംവിധാനം വേണം. ഒരു സംഘടന തന്നെ സഹകരണാടിസ്ഥാനത്തിൽ ഒരാശുപത്രി തുടങ്ങുന്ന കാര്യവും ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്താണ് അഭിപ്രായം? ഏറ്റവും അത്യാവശ്യമായ കാര്യം. ഉസ്താദുമാർ സമ്മതിച്ചു. ഉമ്മ, ചായ എവിടെ? ഉസ്താദ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയതെന്താ? ഷാക്കിർ മുദരിസിനോട് ചോദിച്ചു. എവിടെ? കമ്മിറ്റി മാറി, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നാട്ടിലാണിപ്പോൾ ജോലി. ഇടയ്ക്കിടെ ഞങ്ങൾ കാണുമ്പോൾ ആദ്യം സംസാരിക്കുന്നത് ഷാക്കിറിൻ്റെ കാര്യമായിരിക്കും. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് നിങ്ങളുമായി ബന്ധപ്പെടാനായില്ല. പഠിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ നിങ്ങളെ കാണാനുമായില്ല. എന്തൊരു സങ്കടമായിപ്പോയി. ഞങ്ങൾക്ക് നിന്നെ കാണണമെന്ന് വലിയ ആശയായിരുന്നു. പിന്നെ വന്നു ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി. അസ്സലാമു അലൈക്കും. മൂവരും തിരിഞ്ഞു നോക്കി. കുട്ടിയാലി നടന്നു വന്നു. വാ അലൈക്കും അസ്സലാം. ഹസൻ ഉസ്താദ് ഓടിച്ചെന്ന് കുട്ടിയാലിയെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ വിവരങ്ങളൊക്കെ അറിഞ്ഞു. പടച്ചവനോട് ദുആ ചെയ്തു വന്നു. കാണാൻ വൈകിപ്പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈമാൻ കെട്ടി മരിക്കാൻ വേണ്ടി ഉസ്താദുമാർ ദുആ ചെയ്യണം. ഷാക്കിർ അടുക്കളയിലേക്ക് ഓടി ചായയും പലഹാരവുമായി വന്നു. 4 പേരും ചായ കുടിക്കാനിരുന്നു. ഉമ്മ നിവൃത്തിയോടെ ആ രംഗം ഒളിഞ്ഞു നോക്കി കണ്ടു.